എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പല്ലവി. ഞാൻ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ലളിതാംബിക അന്തർജലത്തിന്റെ കുഞ്ഞോമന എന്ന പുസ്തകത്തെക്കുറിച്ചാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരിൽ ഒരാളായ ലളിതാംബിക അന്തർജലത്തിന്റെ വളരെ മികച്ച ഒരു പുസ്തകമാണ് കുഞ്ഞോമന എന്ന ഈ പുസ്തകം. പണ്ട് കാലത്തുണ്ടായിരുന്ന ജാതിയും നിറവും നോക്കി ആളുകളെ വേർതിരിക്കുന്ന ക്രൂരമായ രീതിയെക്കുറിച്ച് വളരെ ലളിതമായി എന്നാൽ വളരെ വിശദമായി തന്നെ പറയുന്ന ഒരു പുസ്തകമാണ് ഇത്. കഥയുടെ ഒരു ചുരുക്ക വിവരണം നോക്കാം. വളരെ പണമുള്ള ഒരു വലിയ വീട്ടിൽ 6-7 വയസ്സ് പ്രായമുള്ള കുഞ്ഞോമന എന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. അവളുടെ വീട്ടിൽ പശുക്കളെ മേയ്ക്കാൻ വേണ്ടി വന്നിരുന്ന ഒരു കുറത്തി കുട്ടിയായിരുന്നു കാളി എന്ന കുട്ടി. അവളുടെ അതേ പ്രായമായിരുന്നു കാളിക്ക്. കളിക്കാൻ കൂട്ടുകാരില്ലാതെ വിഷമിച്ച് നടന്നിരുന്ന കുഞ്ഞോമന കാളിയുമായി വളരെ പെട്ടെന്ന് തന്നെ അടുത്തു. ആ കാലത്ത് കുറവന്മാർ കുഞ്ഞമ്പ്രാനെ, അതായത് കുഞ്ഞോമനയെ തൊടാൻ പാടില്ലായിരുന്നു. ഒരു ദിവസം കാളിയുടെ മുത്തശ്ശി കണ്ടുപിടിച്ച ആ ഗ്രാമത്തിലുണ്ടായിരുന്ന ഒരു പ്രസിദ്ധ ക്ഷേത്രത്തിൽ കുറവന്മാർക്കും അത് കണ്ടുപിടിച്ച കാളിയുടെ മുത്തശ്ശിക്ക് പോലും കയറാൻ പാടില്ലെന്ന വിവരം കുഞ്ഞോമന അറിഞ്ഞു. അടുത്ത ശിവരാത്രി ദിവസം കാളി വിട് കുഞ്ഞമ്പ്രാനെ എന്നെത്ര പറഞ്ഞിട്ടും അതൊന്നും ചെവി കൊള്ളാതെ കാളിയെ അമ്പലത്തിലേക്ക് കുഞ്ഞോമന വലിച്ചിടിച്ചുകൊണ്ട് കൊണ്ടുപോയി. അത് കുഞ്ഞോമനയുടെ മുത്തപ്പൻ കണ്ടു. പിന്നീട് രണ്ടുപേരുടെയും വീട്ടിൽ പൊടിപൂരമായിരുന്നു. പിന്നെ കാളി കുഞ്ഞോമനയുടെ വീട്ടിൽ ജോലിക്ക് പോയിട്ടേയില്ല. പിന്നീട് കുഞ്ഞോമനയും കാളിയും അമ്മൂമ്മമാരായി. ഒരിക്കൽ കുഞ്ഞോമനയുടെ പേരക്കുട്ടി തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തെന്നും പറഞ്ഞൊരു കുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നു. അത് കാളിയുടെ പേരക്കുട്ടിയാണെന്ന് കുഞ്ഞോമനയ്ക്ക് മനസ്സിലായി. അവർ ഒരുമിച്ച് ഒരേ പായയിൽ ഇരുന്ന് കാപ്പി കുടിക്കുന്നത് കണ്ട കുഞ്ഞോമന ഉള്ളുരുക്കി പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ ഗതി ഇവർക്ക് വരരുതേ എന്ന്. എനിക്ക് ഈ പുസ്തകം വളരെയധികം ഇഷ്ടപ്പെട്ടു. ഈ പുസ്തകം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നി. സ്നേഹത്തിനും സൗഹൃദത്തിനും അപ്പുറമായി ജാതിയും മതവും ഒന്നുമല്ലെന്ന വലിയ സന്ദേശം ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഏവർക്കും നല്ലൊരു വായനാ വാരം നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.